സ്വർഗത്തിൻ പ്രഭതൂകും അൾത്താരതന്നിൽ സ്നേഹത്തിൻ ബലിതൻ വേളയിതാ. നിരയായി നിരനിരയായി അണിയണിയായി വന്നു സ്വർലോകവൃന്ദവും മാനവരും. സ്വർഗത്തിൻ പ്രഭതൂകും അൾത്താരതന്നിൽ സ്നേഹത്തിൻ ബലിതൻ വേളയിതാ. നിരയായി നിരനിരയായി അണിയണിയായി വന്നു സ്വർലോകവൃന്ദവും മാനവരും. ഇതാ ദൈവത്തിൻ ഭവനം, നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം. ഇതാ വരമഴകൻ സമയം, പാടാം സ്വർഗീയ വൃന്ദത്തോടൊപ്പം. ഇതാ ദൈവത്തിൻ ഭവനം, നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം. ഇതാ വരമഴകൻ സമയം, പാടാം സ്വർഗീയ വൃന്ദത്തോടൊപ്പം. യാഗത്തിൻ മെഴുതിരിയായി തെളിയാം, സ്നേഹത്തിൻ നറുമലരായി വിരിയാം. യാഗത്തിൻ മെഴുതിരിയായി തെളിയാം, സ്നേഹത്തിൻ നറുമലരായി വിരിയാം. വീണ്ടെടുക്കുവാൻ നമ്മെ സ്വന്തമാക്കുവാൻ, വീണ്ടെടുക്കുവാൻ നമ്മെ സ്വന്തമാക്കുവാൻ, വീണ്ടും ബലിവസ്തുവാകുന്നു ദൈവം. ഏകിടാം നമ്മയൊന്നാ. ഇതാ ദൈവത്തിൻ ഭവനം, നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം. ഇതാ വരമഴകൻ സമയം, പാടാം സ്വർഗീയ വൃന്ദത്തോടൊപ്പം. ഇതാ ദൈവത്തിൻ ഭവനം, നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം. ഇതാ വരമഴകൻ സമയം, പാടാം സ്വർഗീയ വൃന്ദത്തോടൊപ്പം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ നാം ഇന്ന് കൊണ്ടാടുകയാണ്. നമ്മളുടെ എല്ലാ അപ്പച്ചന്മാരും കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയമിടിപ്പ് ആ കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. ആ ഹൃദയമിടിപ്പ് അവർക്ക് സുപരിചിതമാണ്. അതുകൊണ്ടാണ് മാമുദീസ നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ അപ്പച്ചനോ അമ്മച്ചിയോ എടുത്താൽ ശക്തമായി കരയുന്ന കുഞ്ഞ് ആ കരച്ചിൽ നിർത്തും. കാരണം അവരുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഹൃദയമിടിപ്പ് അവനറിയാം. യേശുവിനെ കുഞ്ഞായിരുന്നപ്പോൾ എടുത്തുകൊണ്ട് നടന്ന യൗസേപ്പ് പിതാവ്, ആഹാരം കൊടുത്ത യൗസേപ്പ് പിതാവ്, അവനു വേണ്ടി വിയർപ്പ് തുള്ളികൾ ഒഴുക്കിയ യൗസേപ്പ് പിതാവ്, ഈ പിതാവിനെ അത്യധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ദൈവപുത്രനായ ഈശോ. യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നല്ലൊരു മരണം നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. നല്ലൊരു ജീവിതം പോലെ നല്ലൊരു മരണം നമുക്കുണ്ടാകാനായി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഭക്തിയോടെ ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലിയിൽ പങ്കുചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനുഷ്യവംശത്തെ വീണ്ടെടുക്കാൻ തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രക്ഷകനായ ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി വിശുദ്ധ യൗസേപ്പ് പിതാവിനെ തെരഞ്ഞെടുത്താണ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച മാർ യൗസേപ്പ് പിതാവിനോടൊപ്പം നിർമ്മല ഹൃദയത്തോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, ഏഷ്യായുടെ പുസ്തകത്തിനുള്ള വായന 41 അധ്യായം വാക്യങ്ങൾ 8 തൊട്ട് 16 വരെ. ഗുരു ആശ്രയിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നും അല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും
പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായി ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ യൗസത്താതൻ തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ യൗസത്താതൻ തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 10 വാക്യങ്ങൾ 3 മുതൽ 11 വരെ. വിശുദ്ധ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡീകമായിട്ടല്ല ഞങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല. ദുർമാർഗങ്ങളായ കോട്ടകൾ തകർത്ത് ദൈവത്തിൻ്റെ അവശക്തമാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിൻ്റെ വാദമുഖങ്ങളെയും ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് പോലെ കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും എനിക്ക് അതിൽ ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്താനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു,
അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലാക്കാത്തതുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദീപങ്ങൾ അനുയാത്രികരാ തിരുവചനം വരവായി. ധൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. തിരുനാടങ്ങൾ തന്നടുവിൽ നിന്നിതാ തിരുമൊഴികൾ ചുരുളഴിയുന്ന നേരമാ. ചെവിയോർക്കാം ഹൃദയം നൽകാം അതരത്താലെ പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1 18 മുതൽ വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ ഭൂമിയിൽ ദൈവപിതാവിൻ്റെ നിഴലായി വർത്തിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ നാം ഇന്ന് കൊണ്ടാടുകയാണ്. അപ്പോൾ ദൈവപിതാവിൻ്റെ നിഴലായിയാണ് യൗസേപ്പ് പിതാവ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, കൂടുതൽ സീനിയേഴ്സിന് സുപരിചിതനായിട്ടുള്ള തൃശ്ശൂർ അതിരൂപതയെ നയിച്ചിരുന്ന മാർ കുണ്ടുകുളം പിതാവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മാർ കുണ്ടുകുളം പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ ഇന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള റാഫേൽ തട്ടിൽ പിതാവ്. അപ്പോൾ പിതാവിൻ്റെ, കുണ്ടുകുളം പിതാവിൻ്റെ ഒരു സന്തത സഹചാരി. പിതാവിൻ്റെ എല്ലാ നീക്കങ്ങളും
വളരെ വ്യക്തമായി അറിയുന്നവനാണ് ഇന്നത്തെ നമ്മുടെ റാഫേൽ പിതാവ്. പാവങ്ങളുടെ പിതാവ് എന്നാണ് കുണ്ടുകുളം പിതാവിനെ വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തെ ഒരു വിവാഹം ക്ഷണിക്കാൻ നമ്മൾ ചെന്നാൽ അദ്ദേഹം സാരിയും അതുപോലെ തന്നെ മുണ്ടും ഷർട്ടും ആവശ്യപ്പെടും. എന്തിനാണെന്നോ? പാവപ്പെട്ട ആളുകളുമായി പങ്കുവയ്ക്കുക. അതുപോലെ വലിയ ധനികര് എന്തെങ്കിലും പ്രോഗ്രാമിന് വന്നാൽ പിതാവ് പണം ആവശ്യപ്പെടും, നിർധനരായ ആളുകളെ സഹായിക്കാൻ. അപ്പോൾ ഈ കുണ്ടുകുളം പിതാവിൻ്റെ എല്ലാ ചലനങ്ങളും നീക്കങ്ങളും മനോ അവസ്ഥകളുമെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് ഇന്നത്തെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ്. അദ്ദേഹം ഈ കുണ്ടുകുളം പിതാവിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. അവര് അരമനയിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇടവകയിൽ നിന്ന് ആളുകൾ വരും. പിതാവേ, ഞങ്ങൾക്ക് പള്ളിയില്ല, പള്ളിക്ക് പണം മുടക്കാനായിട്ട് കാശില്ല, അതുകൊണ്ട് സഹായിക്കണം. അപേക്ഷയുമായി ഓരോ ഇടവകയിൽ നിന്ന് വരുമ്പോൾ അന്നത്തെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള റാഫേൽ അച്ഛൻ, ഇന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ്, അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള റാഫേൽ അച്ഛനോട് കുണ്ടുകുളം പിതാവ് പറഞ്ഞിട്ടുണ്ട്, അപേക്ഷകളെല്ലാം നോക്കി കൃത്യമായിട്ട് ലെറ്ററുകൾ തയ്യാറാക്കി വിദേശത്തേക്ക് അയക്കാനായിട്ട് തരണം. ഏജൻസികൾക്ക് അയച്ചാൽ എന്തെങ്കിലും പണം കിട്ടും. അപ്പോൾ പിതാവ് റാഫേൽ അച്ഛൻ, അന്നത്തെ റാഫേൽ അച്ഛൻ, അദ്ദേഹം എല്ലാ ഇടവകളിൽ നിന്ന് വരുന്ന അപേക്ഷകൾ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കും. എന്നിട്ട് പിതാവിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ കുണ്ടുകുളം പിതാവ് പറയും, അടുത്ത ബുധനാഴ്ച ഞാൻ അൾത്താരിയിൽ വെച്ച് പ്രാർത്ഥിക്കട്ടെ. ബലിവസ്തുക്കളായിട്ടുള്ള കാസിയും പീലാസിയും മൂടുന്ന ആ കത്താനയുടെ ഉള്ളിൽ വെച്ച് ആ ബുധനാഴ്ച അദ്ദേഹം പ്രാർത്ഥിക്കും. അതിനുശേഷം പിതാവ് സൈൻ ചെയ്തിട്ട് ഇത് അയക്കാൻ പറയും. നമ്മുടെ റാഫേൽ പിതാവ് പറയുന്നത് ഒറ്റ അപേക്ഷകളും നിരസിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കുണ്ടുകുളം പിതാവിന് യൗസേപ്പ് പിതാവിനോടുണ്ടായിരുന്ന വലിയ ആദരവും വണക്കവുമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ യൗസേപ്പ് പിതാവ് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ്. ഇന്ന് കുടുംബങ്ങളിലേക്ക് തിരിഞ്ഞാൽ അവിടെ സന്തോഷമില്ല, സമാധാനമില്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ സാമ്പത്തികമായി ഉയർന്നിട്ടുണ്ടെങ്കിലും പല കുടുംബങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നാൽ പരസ്പര ബഹുമാനമില്ല, മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ല. ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യൗസേപ്പ് പിതാവ് അവളെ അപമാനിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അവൻ നീതിമാനായിരുന്നു, അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നമ്മുടെ സമൂഹങ്ങളിലാകട്ടെ, നമ്മളുമായി ഇടപെടുന്ന വ്യക്തികളിലാകട്ടെ, ആരെയും അപമാനിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിശുദ്ധി. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നേരിട്ടും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്ന, അപമാനിക്കുന്ന കാലഘട്ടമാണ്. ഇതൊരു മാനസികമായിട്ടുള്ള ഒരു കുറവ് പോലെയാണ്, മറ്റുള്ളവരെ അപമാനിക്കുക. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുക. മറ്റുള്ളവരെ മാനിക്കാൻ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നേക്കാൾ വലിയവരാണെന്ന് കാണാൻ ആ വലിയ മനോഭാവം വിശുദ്ധ യൗസേപ്പ് പിതാവിനുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൾച്ചർ ഓഫ് നൊബിലിറ്റി, മാന്യതയുടെ ഒരു കൾച്ചർ. നമുക്കെല്ലാവർക്കും അത് ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യയെ ബഹുമാനിച്ചാൽ, ഭർത്താവിനെ ബഹുമാനിച്ചാൽ, മക്കളെ ബഹുമാനിച്ചാൽ, അയൽപ്പക്കക്കാരെ ബഹുമാനിച്ചാൽ, നാട്ടിലുള്ളവരെ ബഹുമാനിച്ചാൽ തിരിച്ചും അതുപോലെ സ്നേഹം കിട്ടും. യൗസേപ്പ് പിതാവിനെ പരിശുദ്ധ കന്യകാമറിയം ജീവന് തുല്യം സ്നേഹിച്ചത് അവളെ സ്നേഹിച്ചതുകൊണ്ട്.
ഈ കൾച്ചർ ഓഫ് നൊബിലിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൈവരിക്കാൻ വിശുദ്ധ ഔസേപ്പ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നാൽ ഒത്തിരി ഡിവോഴ്സ് നടക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഇടവകയിലായിരിക്കുമ്പോൾ അവിടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ, നീണ്ട വർഷങ്ങളിൽ നിന്ന് കുടുംബ പ്രശ്നമാണ്, ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ ഞാൻ ആ ഇടവകയിൽ ചെല്ലുമ്പോൾ കാണുന്നത് കുടുംബനാഥൻ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിപ്പേര് ആളുകൾ പറഞ്ഞു, ചരട് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ആ ചേട്ടനെ ചരട് എന്ന് വിളിക്കുന്നത്? അപ്പോൾ നാട്ടുകാരനോട് പറഞ്ഞു, ഒരു ദിവസം ഒരു വലിയ ചരടിൽ ആ മനുഷ്യൻ ഭാര്യയെ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി. അപ്പോൾ ഭാര്യ, ബുദ്ധിമതിയായിട്ടുള്ള ഭാര്യ പറഞ്ഞു, മദ്യപിച്ച് നിന്നാണ് ഒരു ചരട് കഴുത്തിൽ കെട്ടി മോന്തായത്തിൽ കെട്ടിയിട്ട് വലിക്കാനായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകണം. അപ്പോൾ ഇത് ഉടനെ മദ്യപിച്ച് നിൽക്കുന്ന ഈ മനുഷ്യൻ ചിന്തിച്ചു, ഇതൊരു റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്, മാനുഷികമായിട്ടുള്ള കാര്യമാണ്. ഉടനെ ചരടഴിച്ചു, അവൾ ഓടി രക്ഷപ്പെട്ടു. വർഷങ്ങൾ പിന്നിട്ട് ഇവരുടെ കുടുംബജീവിതത്തെ ഒന്നിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ നിസ്സഹായായിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ല. മധ്യസ്ഥത വേണമെങ്കിൽ നമുക്ക് പള്ളിയിലിരുന്ന് സംസാരിക്കാം, എങ്കിലും ആ വീട്ടിലേക്ക് ചെല്ലാനായിട്ടുള്ളൊരു മനോധൈര്യം എനിക്കില്ല. കൾച്ചർ ഓഫ് നൊബിലിറ്റി എവിടെ വിടുന്നു, അവിടെ സ്നേഹം ഇല്ലാതാവുകയാണ്. ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേകത ഈ കൾച്ചർ ഓഫ് നൊബിലിറ്റി, മാന്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജെന്റിൽമാൻ ആയിരുന്നു. ജെന്റിൽമാൻ ഈസ് വൺ ഹൂ നെവർ ഇൻഫ്ലിക്ട്സ് പെയിൻ ഓൺ അതേഴ്സ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരുന്ന വലിയ വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ്. അതുകൊണ്ടാണ് ഔസേപ്പ് പിതാവിന് ദൈവം തൻ്റെ മകൻ്റെ കാവലാളായി, തൻ്റെ അമ്മയുടെ കാവലാളായി തിരഞ്ഞെടുക്കുക. ഔസേപ്പ് പിതാവ് നമുക്കറിയാം, ബത്ലഹേമിലേക്ക് തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എത്രയോ വാതിലുകൾ ഈ കാവലാളായിട്ടുള്ള പിതാവ് മുട്ടിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഭയന്നാണ് ഓടുക. ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ പട്ടാളക്കാരുടെ കയ്യിൽ പിടികൊടുക്കാതെ ഭയന്ന് ഈ പിതാവ് ഓടുകയാണ്, പലായനം ചെയ്യുകയാണ്, കാവലാളായി മാറുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയ്ക്ക് കാവലാളായി ഈ അപ്പൻ മാറുകയാണ്. തിരിച്ച് വീണ്ടും ഇസ്രായേലിലേക്ക് വരാൻ ആവശ്യപ്പെടുമ്പോൾ അർക്കലാവോസാണ് ഭരണം നടത്തുന്നത് എന്നറിയുമ്പോൾ വീണ്ടും ഭയം അവനെ പിടികൂടുകയാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ തിരുക്കുമാരന്, ദൈവപുത്രന് കാവലാളായ ആ പിതാവിനോട് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളുടെ കാവലാളായി അങ്ങ് മാറണമേ. വിശുദ്ധ ഔസേപ്പ് ബ്രഹ്മചാരികളുടെ മധ്യസ്ഥനാണ്. തൻ്റെ വികാരങ്ങൾ ദൈവിക പദ്ധതിക്കായിട്ട് വിട്ടുകൊടുത്ത വലിയ വ്യക്തിത്വമാണ്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കാൻ, സർവോപരി ദൈവിക പദ്ധതിക്കായിട്ട് വിട്ടുകൊടുക്കാൻ സാധിച്ച ആ വലിയ പിതാവ്, അദ്ദേഹം സർഗാത്മകമായിട്ടാണ് തൻ്റെ വികാരങ്ങൾ വിട്ടുകൊടുക്കുക. അതുകൊണ്ടാണ് ഈ ദൈവപുത്രനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുക്കുക. നമുക്ക് മദർ തെരേസയെ അറിയാം. മദർ തെരേസ ലോകം മുഴുവൻ പാവങ്ങളുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന, ലോകത്തിൻ്റെ അമ്മയായി മാറിയ ഒരു സാധു സ്ത്രീ. ഈ സ്ത്രീയെ ലോകം വിശേഷിപ്പിക്കുന്നത് പാവങ്ങളുടെ അമ്മ എന്ന. മദർ തെരേസ ഒരു കുഞ്ഞിന് പോലും ജന്മം കൊടുത്തിട്ടില്ല, എന്നാൽ ലോകം വിശേഷിപ്പിക്കുന്നത് അമ്മ എന്ന. സർഗാത്മകമായി അവൾ പ്രവർത്തിച്ചപ്പോൾ ലോകത്തിൻ്റെ അമ്മയായി മാറി. ഔസേപ്പ് പിതാവ് ലോകത്തിൻ്റെ അപ്പനായി മാറുന്നത്, അതുപോലെ തന്നെ ദൈവപുത്രൻ്റെ അപ്പനായി മാറുന്നത് ഈ സർഗാത്മകമായി ദൈവത്തിനായി, ദൈവിക പദ്ധതിക്കായി
തൻ്റെ വികാരങ്ങളെ വിട്ടുകൊടുത്തപ്പോഴാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. തൊഴിലിൻ്റെ മാഹാത്മ്യം നമ്മെ പഠിപ്പിക്കുക. നമ്മളെല്ലാവരും പഠിക്കേണ്ടത് ഈ തൊഴിലിൻ്റെ മാഹാത്മ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പറമ്പുകൾ വെറുതെ കിടക്കുകയാണ്, പാടം വെറുതെ കിടക്കുകയാണ്, ആരും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ വിദേശത്ത് പോയി ഒരടിമപ്പണി ചെയ്യാനും ഒരു കുഴപ്പമില്ല. നമ്മുടെ മക്കൾ നല്ല മക്കളാണ്, സ്നേഹമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള മക്കളാണ്. വിദേശത്തേക്ക് ചെന്നാൽ ഏത് പണിയും ചെയ്യും. എന്നോട് ഒരുവൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഇവിടെ BSc നഴ്സിങ്ങോ PhD ഒന്നും വേണ്ട, ഒരു ബ്രഷ് ഇട്ട് ചലിപ്പിക്കാൻ സാധിച്ചാൽ, ബാത്റൂമിൽ ചലിപ്പിക്കാൻ സാധിച്ചാൽ കാശ് കിട്ടുവച്ചു. അപ്പോൾ അവിടെ അത് ചെയ്യും, ഇവിടെ ഇത് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുകയില്ല, പഠിപ്പിച്ചാൽ അവർ പഠിക്കുകയില്ല. അപ്പോൾ ഈ യോസേപ്പ് പിതാവിനെ പോലെ തൊഴിലിൻ്റെ മഹാത്മ്യം, ഏത് തൊഴിലായാലും മഹാത്മ്യമുള്ളതായി കാണാൻ സാധിക്കണം. യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് നന്മരണ മധ്യസ്ഥനായിട്ടാണ്. ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഒരു ഓൾട്ടർ ബോയിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അവൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ്. പ്ലീസ് ജസ്റ്റിൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്, എൻ്റെ പുറത്ത് ഒരു മുഴയുണ്ട്. അപ്പോൾ എല്ലാ പ്രഭാതത്തിലും ഞാൻ കാണുന്ന ഒരു പയ്യൻ, എല്ലാം വിശുദ്ധ കുർബാനയ്ക്കും 5 മിനിറ്റ് മുമ്പ് വരുന്ന പയ്യൻ, നന്നായിട്ട് പെരുമാറുന്ന ഒരു മകൻ. അവൻ പറഞ്ഞു, എൻ്റെ പുറത്തൊരു മുഴയുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വല്ല ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വല്ലവരും എറിഞ്ഞോ? അവൻ പറഞ്ഞു, ഒന്നും ഓർക്കുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു അവന് ബോൺ ക്യാൻസർ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമായി. ഓരോ ദിവസവും അൾത്താരിയിൽ കാണുന്ന ഈ പയ്യൻ ഇനി അധികം ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചപ്പോൾ വലിയ വിഷമമായി. അങ്ങനെ വെൽ കെയർ ഹോസ്പിറ്റലിലേക്ക് ഇവനെ മാറ്റുകയാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഫോൺ വന്നു, ജസ്റ്റിന് അസുഖം കൂടിക്കൊണ്ടിരിക്കുന്നു, അവന് രോഗിലേപനം കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു മനസ്സാന്നിധ്യം എനിക്കില്ല, കാരണം ഞാൻ എന്നും കാണുന്ന കുട്ടിയാണ്. ഞാൻ രോഗിലേപനത്തിനായിട്ട് തൈലങ്ങൾ എടുത്തു, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന എടുത്തു, കാറിൽ എറണാകുളം വരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ വാതിൽ തുറന്ന് അങ്ങനെ നേഴ്സൊക്കെ പുറത്തു പോയി, ഞാനും ജസ്റ്റിന് മാത്രം. എന്നെ കണ്ടപ്പോൾ ജസ്റ്റിൻ 2 മുഖവും പൊത്തി, അവൻ കരയാൻ ആരംഭിച്ചു. ഞാനും ആകെ വിഷമത്തിലായി. ഞാൻ 2 കൈയും മാറ്റിയിട്ട് ആ മോനോട് ചോദിച്ചു, മോനെ, എന്നെ കണ്ടപ്പോൾ എന്താണ് മുഖം പൊത്തിയത്? അച്ഛനോട് ദേഷ്യമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദേഷ്യമില്ല അച്ഛാ, എനിക്ക് മരണഭീതി തോന്നുന്നു, എനിക്ക് മരണത്തെ പേടി തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, രോഗിലേപനം തരുന്നത് രോഗികൾക്ക് സൗഖ്യം കൊടുക്കാനായിട്ട്. ദൈവം നിന്നെ വിളിച്ചാൽ നീ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേരും, നീ മാലാഖമാരുടെ ഗണത്തിലേക്ക് ചേരും. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അവന് കൂടുതൽ ഒരു പ്രത്യാശ, ഒരു ധൈര്യം വരുന്നത് പോലെ തോന്നി. ഞാൻ ചോദിച്ചു, മോനെ കുമ്പസാരിക്കണം? അപ്പോൾ അവൻ പറഞ്ഞു, കുമ്പസാരിക്കാം. അവനെ കുമ്പസാരിച്ചു, രോഗിലേപനം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്നെ സന്തോഷത്തോടെ ജസ്റ്റിൻ പറഞ്ഞു വിട്ടത് ഓർക്കുന്നു. അച്ഛൻ സന്തോഷത്തോടെ തിരിച്ചു പോകും, എനിക്ക് കുഴപ്പമില്ല അച്ഛൻ. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ തിരിച്ചു പോന്നു. പള്ളിയിലെത്തിയപ്പോൾ ഫോൺ വന്നു, ജസ്റ്റിൻ മരിച്ചു. അപ്പോൾ നന്മരണത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവ് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുക. എന്താണ് നന്മരണം എന്നതുകൊണ്ട് അർത്ഥാക്കുക? നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷം വേണമെങ്കിൽ മരണം കടന്നു വരാം. ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഞാൻ കുഴഞ്ഞു വീണ് മരിക്കാം, വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന നിങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കാം. ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയാൽ നാളെ നമ്മൾ എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ? ആരുമില്ല. അപ്പോൾ ഏത് നിമിഷവും മരണം കടന്നു വരാം. യോസേപ്പ് പിതാവിൻ്റെ നൊവേനയിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഈശോ എന്ന തിരുനാമം വിളിച്ചുകൊണ്ട്, പാപത്തെക്കുറിച്ച് മനസ്തുപിച്ചുകൊണ്ട് മരണം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ആധ്യാത്മിക പിതാക്കന്മാർ പറയുന്നത് ഇപ്രകാരമാണ്:
ചെരിഞ്ഞു നിൽക്കുന്ന മരം അത് വീഴുന്നത് ചെരിഞ്ഞു നിൽക്കുന്ന സൈഡിലേക്കാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് ചെരിഞ്ഞു നിന്ന മരം, നന്മയിലേക്ക് ചെരിഞ്ഞു നിന്ന മരം, മൂല്യങ്ങൾ ഉള്ള മരം, ഈ നന്മയുടെ മരം ചെന്ന് വീണത് സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നന്മയുള്ള മരങ്ങളായി, നന്മയുള്ളവരായി മാറുവാൻ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു ചെറുപ്പക്കാരൻ ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് നൽകിയുണ്ട്. അപ്പോൾ അവൻ വാട്സപ്പിലിട്ട മെസ്സേജ് ഇതാണ്: നീ നന്മയുള്ള വ്യക്തിയാണ്. അതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു 2-3 കാര്യങ്ങൾ പറയുകയാണ്. കാറും ബൈക്കും ബസ്സും ഒക്കെ ഓടിച്ച് നിങ്ങൾ 100-100-ൽ പായുമ്പോൾ ഒരു സീബ്ര ലൈനിലൂടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ നടന്ന് നീങ്ങുന്നത് കണ്ടാൽ, അതിൻ്റെ വണ്ടിയുടെ പുറകിൽ നിന്ന് പലരും ഹോൺ അടിക്കുമ്പോഴും ഡിസ്റ്റർബ് ചെയ്യുമ്പോഴും നിന്റെ വണ്ടി നിർത്തി അവനെ കടത്തിവിടാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ നീ നന്മയുള്ളവനാണ്. നീ വയറ് നിറച്ച് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെയിലത്തൊരു കുടയും പിടിച്ച് വിശന്ന് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കാണുമ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് അവന് ടിപ്പ് കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ നീ നന്മയുള്ള വ്യക്തിയാണ്. നിന്റെ മനസ്സ് നിറയെ വിഷമം ഉണ്ടാകുമ്പോൾ, നിന്റെ മനസ്സിൽ ദുഃഖം ഘനീഭവിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ട് അവനോടൊപ്പം ചിരിക്കാൻ സാധിച്ചാൽ നീ നന്മയുള്ളവനാണ്. യോസേപ്പ് പിതാവിനെ പോലെ നന്മയുള്ള വ്യക്തികളായി നമുക്ക് മാറാം. ദൈവത്തിൻ്റെ നിഴലായി മാറിയ, നീതിമാനായ, ആരെയും അപമാനിക്കാതിരുന്ന, എല്ലാവരെയും സ്നേഹിച്ച ആ വലിയ വ്യക്തിത്വത്തെ നമുക്ക് മാതൃകയാക്കാം. നന്മരണ മധ്യസ്ഥനായ അദ്ദേഹത്തോട് നല്ലൊരു ജീവിതം പോലെ നല്ലൊരു മരണം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യബലി നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മാർ ഔസേപ്പ് പിതാവിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ ഞങ്ങളുടെ തൊഴിലിനോട് വിശ്വസ്തത പുലർത്തുവാനും അതിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതയാൽ സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും സഭ തന്നെ അർപ്പിക്കുന്ന എല്ലാവർക്കും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും താരമ്പുത്തരണം പൈസന്മാൻ സമർപ്പിക്കാം. നസ്രസിലെ തിരുകുടുംബത്തിൽ മാർ യൗസേപ്പിന്റെ സംരക്ഷണയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന ഈശോയെ, അനുസരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിന്റെ വളർത്തുപിതാവിനെ പോലെ വിശ്വസ്തയോടെ നിറവേറ്റാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറകടി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
ഉള്ളം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വന്നിരാശകൾ ദൂരെയകറ്റുന്ന എൻ സ്നേഹരൂപനേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിട പാവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേനാമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിയിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിതയ്ക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവിൽ ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചിതലേഖമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രികേസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് ശക്യം സുഖയായത്തിൽ നിത്യവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ ജീവിതം വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അത് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാല് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാൻ. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അഖിലരുമായ ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായി തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്.
കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മർലിയോ പാപ്പായ്ക്ക് വേണ്ടിയും റാഫേൽ പിതാവിനും ജോസഫ് പിതാവിനും വേണ്ടിയും പുരോഹിതന്മാർ സംസ്ഥാനമാ സമർപ്പിതരൽമായി പ്രേക്ഷിത് ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അഖിലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും വളരെ പ്രത്യേകിച്ച് യൗസേപ്പ് നാമധാരികളായ എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വസ്തുവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ജീവിക്കും ദൈവത്തിനരൂപി നവ്യമായി എന്നിൽ നിറയണമേ. ദൈവത്തിനരൂപി ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ. ജീവിക്കും ദൈവത്തിനരൂപി. പരിശുദ്ധാത്മാവേ, പുതുവസ്തുക്കളിലേക്ക് ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവേ, സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
സമ്മാനമാ ഭൂമിയിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ ഓ ദിവ്യകാരുണ്യമേ ഓ സ്വർഗ സമ്മാനമേ ഓ ദിവ്യകാരുണ്യമേ ഓ സ്വർഗ സമ്മാനമേ ഇപ്പോഴും എപ്പോഴും എന്നേരവും ആരാധന അങ്ങേക്കാരാധന ഇപ്പോഴും എപ്പോഴും എന്നേരവും ആരാധന അങ്ങേക്കാരാധന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മൗനമായി നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. യേശു ദൈവപുത്രൻ യൗസപിതാവിനെ പോലെ യൗസപിതാവിനെ അധികമധികം സ്നേഹിച്ചതുപോലെ നമുക്കും ഈ പിതാവിനെ സ്നേഹിക്കാം. ഈ പിതാവിൻ്റെ ജീവിതത്തിലെ നന്മകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നീതിയോടെ പ്രവർത്തിക്കാൻ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പിതാവിൻ്റെ ജീവിതം സ്വർഗത്തിലേക്ക് ചാഞ്ഞാണ് നിലനിന്നത്. ആ ജീവിതം നന്മയിൽ അധിഷ്ഠിതമായിരുന്നു, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. നമ്മുടെ ജീവിതവും ചാഞ്ഞു നിൽക്കേണ്ടത് സ്വർഗത്തിലായിരിക്കണം. നമ്മൾ ചെന്ന് പതിക്കേണ്ടത് സ്വർഗത്തിലായിരിക്കണം. നിറഞ്ഞ സ്നേഹത്തോടെ ഈശോയെ വളർത്തിയ, ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ആ വലിയ പിതാവിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. ദത്തപുത്ര സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തി സ്നേഹപൂർവ്വം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. വിശുദ്ധ രഹസ്യങ്ങളുടെ പക്കലേക്ക് അണയുന്ന ഞങ്ങൾക്ക് വിശുദ്ധ യൗസേപ്പിന്റെ തീഷ്ണതയും ജീവിത നൈർമല്യവും മാതൃകയായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശുദ്ധജനമേ വരുവിൻ, വിശ്വാസികളുടെ ഗണമേ വരുവിൻ. വിശ്വാസത്തോടും പരസ്പര സൗഹാർദ്ദത്തോടും കൂടി
ഈ ദിവ്യരഹസ്യങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. എന്നിൽ അലിഞ്ഞു നീ ഞാനായിത്തീരുമ്പോ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായിത്തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീ നീയാക്കി മാറ്റിടേണമേ. എന്നിൽ അലിഞ്ഞു നീ ഞാനായിത്തീരുമ്പോ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായിത്തീർന്നിടാം. ഇത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീ നീയാക്കി മാറ്റിടേണമേ. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ, തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാ. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ, തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. ജപം. ഞങ്ങളുടെ വത്സല പിതാവായ മാർ യോസേപ്പേ, അങ്ങ് ഈശോ മിശിഹായുടെ തൃക്കരങ്ങളിൽ
പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായി മരണം പ്രാപിച്ചുവല്ലോ. പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ. അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹമായി തീരണമേ. നല്ല മരണത്തിന് പ്രതിബന്ധമായ പാപത്തെയും അതിന്റെ സാഹചര്യങ്ങളെയും ലൗകിക വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ. ഈശോ മറിയം യൗസേപ്പേ സുഹൃദേവം. നൽമരണ മധ്യസ്ഥനായ മാർ യോസേപ്പേ, നന്മരണ മധ്യസ്ഥനായ മാർ യോസേപ്പേ, ഞങ്ങളെ നന്മരണം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. നാളെ കാലത്ത് 7 മണിക്കാണ് 14 പള്ളികൾ സന്ദർശിച്ച് കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ പേര് തന്നിട്ടുള്ളവർ 2 ബസ്സുണ്ട്. പേര് തന്നിട്ടുള്ളവർ നാളെ 7 മണിക്ക് തന്നെ ബസ്സിൽ കയറുവാൻ ഓർമ്മിപ്പിക്കുക. വൈകിട്ട് വിസ്തു കുർബാന പതിവ് പോലെ ഉണ്ടായിരിക്കും. വിസ്തു കുർബാനയ്ക്ക് ശേഷം ഉള്ള ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രദക്ഷിണമായി നീങ്ങുന്നു. അതിനുശേഷം നേർച്ചയൂട്ട് ആരംഭിക്കുക. വിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സുത്രവും പരിസ്ഥവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരായപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിനോട് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർ യോസേപ്പിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മെസ്സിഹായി വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നിന്നെ പാലിച്ചു വളർത്തിയ മാർ യോസേപ്പിനെ പോലെ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ വളർത്തുപിതാവായ മാർ യോസേപ്പിന്റെ മധ്യസ്ഥത്താൽ എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സമാധാനവും നിറയട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റാൻ നിങ്ങൾ പ്രാപ്തരായി തീരട്ടെ. ജീവിതത്തിലെ ക്ലേശകരമായ അനുഭവങ്ങളിൽ ശാന്തതയോടെ വ്യാപരിക്കാൻ മാർ യോസേപ്പിന്റെ മാതൃക നിങ്ങൾക്ക് പ്രചോദനമേകട്ടെ. അനുദിന ജീവിതത്തിൽ നീതിയോടെ വർത്തിച്ച് സ്വർഗീയ ഭവനത്തിന് അർഹരായി തീരാനും സകല വിശുദ്ധരോടുമൊത്ത് അനവരതം സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സജീവമായ സ്ലീവായാൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കായി അവതരിച്ച്
ദൈവകുമാരന്റെ വളർത്തുപിതാവാകുവാൻ വിശുദ്ധ യൗസേപ്പിനെ സജ്ജമാക്കി അങ്ങ് ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ സ്നേഹപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കന്യാവൃതക്കാരുടെ കാവൽക്കാരനും തിരുക്കുടുംബത്തിന്റെ പാലകനുമായി വിശുദ്ധ യൗസേപ്പ് പിതാവിനെ സ്വർഗീയ വരങ്ങളാൽ അലങ്കരിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിരന്തരം ഞങ്ങളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകാ മാതാവിനെയും ദിവ്യശിശുവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി അവർ നിങ്ങളായ ക്ലേശങ്ങൾ സഹിക്കുകയും കുടുംബജീവിതക്കാരുടെ മാതൃകയും സഭയുടെ സംരക്ഷകനുമാവുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ കുടുംബങ്ങളുടെയും സഭയുടെയും അവകാശ സംരക്ഷണത്തിനായി ക്ലേശങ്ങൾ സഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടായ സംശയങ്ങളിലും ക്ലേശങ്ങളിലും ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനും ദൈവകുമാരൻ്റെ കന്യകാമാതാവിൻ്റെയും പരിചരണങ്ങളേറ്റു ഭാഗ്യമരണം പ്രാപിക്കുവാനും അനുഗ്രഹം ലഭിച്ച വിശുദ്ധ യൗസേപ്പിനെ പോലെ ജീവിത ക്ലേശങ്ങളെ സമചിത്തതയോടെ നേരിടുവാനും പ്രസാദപരവസ്ഥയിൽ മരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലും ശരീരത്തിലും പരിശുദ്ധി പാലിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സൗഭാഗ്യവും പരലോകത്തിൽ ദൈവദർശനവും വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ വളർത്തുപിതാവായി മാറിയ യോസേപ്പിന്റെ മാതൃക അനുകരിച്ച് വിനയത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നീതിബോധവും സദാചാരനിഷ്ഠയും ഞങ്ങളിൽ ഉജ്ജീവിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അങ്ങേ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നീതിമാനായ താതാ മാർയോസേ പുണ്യതാതാ മാനവരാദരവാ കീർത്തിക്കും പുണ്യതാതാ ചോദിപ്പോർക്കെന്തും നൽകി ആശകൾ തീർത്തിടുന്ന ഈശോദൻ സ്നേഹതാതാ കാരുണ്യമേകിടേണേ. ആശ്രയം തേടിയങ്ങേ പാദത്തിൽ വന്നിടുന്ന ആർത്തരെ കൈവിടാതെ കാത്തുപാലിക്കതാതാ നീതിമാനായ താതാ മാർയോസേ പുണ്യതാതാ മാനവരാദരവാ കീർത്തിക്കും പുണ്യതാതാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രദക്ഷിണത്തിനായി മുമ്പിൽ കുരിശ്, അതിൻ്റെ പുറകിൽ ചെണ്ടമേളം, അതിൻ്റെ പുറകിലായി കൊടിയും കുടയും എടുത്ത് എല്ലാവരും നിരക്കുവാൻ ഓർമ്മിപ്പിക്കുക. മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹ
പരിശുദ്ധാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദനു സമ്മോദം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയോ കുരിശിൻ പാദപുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലും അല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിലൂടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ ധരയുടെ ശാശ്വത ലവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ എന്നിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാഥനു സമ്മോദം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ